രക്ഷകനല്ലോ സംഗീതം ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടെ ദൈവ തിരുവാതിരത്തിലായിരിക്കാൻ കർത്താവ് വീണ്ടും നമുക്ക് ഒരവസരം കൂടി തന്നതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എന്നത്തെക്കാൾ ഉപരിയായി ഇന്ന് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ദൈവത്തിലായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ഭാഗമായി അതിന്റെ 3-ാമത്തെ സെക്ഷനിലെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതോർക്കുമ്പോൾ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. സാധാരണ ഏത് പ്രാർത്ഥനയെക്കാളും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജയമാണ്. ഞാൻ നാട്ടിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിലെ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ മറ്റ് സഭയിലുള്ള പലരും ഓടിക്കൂടി വരുന്നുണ്ട്. അവർ പലരും തലേദിവസം തന്നെ നേരത്തെ വരും, അവിടെ ഹോളി വന്ന് പാർക്കാനായിട്ട് വരും. ചിലര് കുറച്ച് തേയിലയും പഞ്ചസാരയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് കട്ടൻ കാപ്പി മാത്രം തന്നാൽ മതി വസ്ത്രേ, ഒരു ചായ മാത്രം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ തയ്യാറായി വന്ന് അവിടെ ഉപവാസ പ്രാർത്ഥന തീർന്നവരെ അവിടെ താമസമാണ്. അപ്പോൾ ഞാൻ അവരെ കുറിച്ച് ഓർക്കാറുണ്ട്. അങ്ങനെ കുറേ ഉപവാസ കൊതിയന്മാരുണ്ടായിരുന്നു. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്ട് ഒരു ഹരം പോലെയാണ്. എവിടെ ഉണ്ടെന്ന് കേട്ടാലും അവർ ഓടി വരുന്ന കുറച്ച് പേരുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സാധാരണ എല്ലാ പ്രാർത്ഥനയെക്കാളും വലിയ ജയം കിട്ടുന്ന പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ട് എനിക്കിന്ന് വലിയ സന്തോഷമുണ്ട്. വലിയ ജയം കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഭവനത്തിനും വേണ്ടുന്ന ജയം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മൗനമായിരിക്കരുത്, അലക്ഷ്യമായിരിക്കരുത്, അശ്രദ്ധമായിരിക്കരുത്. സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് നിശ്ചയമായും വലിയ ജയം ലഭിക്കുന്ന ദിവസമാണ്. വൻ ജയം ലഭിക്കാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം, ഉപവാസ പ്രാർത്ഥനയുമായി മുന്നോട്ട് വന്ന ഒരു ഭക്തനുണ്ടല്ലോ, ഭക്തനായ ദാനിയേല്. ചില വാചകങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഭക്തനായ ദാനിയേല് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് എഴുതുന്നുണ്ട്, ആ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ തന്നെ മറുപടി കിട്ടിയെന്നാണ് പറയുന്നത്. തുടങ്ങി അന്ന് തന്നെ മറുപടി ലഭിക്കുന്നതാണ് പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. മുഖവരിയായി ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം. ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്ന ഒരു പദം കിടക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വയ്ക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുന്ന, അതിനുവേണ്ടി ഒന്ന് മനസ്സ് വയ്ക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ താഴ്ത്തി ദൈവസന്നിധിയിൽ മനസ്സ് വെച്ച് ദൈവസന്നിധിയിൽ ഒന്ന് താഴ്മ ധരിച്ചാൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ച് നമ്മൾ തന്നെ താഴ്ത്തിയും അതിനുവേണ്ടി മനസ്സ് വെച്ച് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നിശ്ചയമായും തുടർന്ന് നാം പറയുന്ന ഓരോ വാക്കുകൾക്കും ദൈവം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കും. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒരു വ്യക്തി തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥന തുടങ്ങിയാൽ അതേ സമയം തന്നെ കർത്താവ് വന്നിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൂതൻ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ദൂത് പ്രാപിക്കണം. കർത്താവ് നമ്മളോട് പറയാനുള്ള ചില ഇന്ന് ദൂതൻ വന്ന് പറയുന്ന നിമിഷങ്ങളാണ്. സംസാരിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക. ആ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിൽ നിന്നോടുള്ള ദൈവിക ആലോചന ഉണ്ടായിരിക്കും. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. അവിടെ പറയുന്നത് നമുക്കറിയാം. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് എഴുതുന്നുണ്ട്, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ അവിടെ കാണുന്നത് രാജ്യത്തിന്റെ പ്രഭു എതിർപ്പ് തുടങ്ങിയെന്നാ പറഞ്ഞേ. ഉപവാസ പ്രാർത്ഥനയുടെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദേശാധിപതി ബന്ധനങ്ങള് അല്ലെങ്കിൽ എതിർ ശക്തിയുടെ ബന്ധനങ്ങളും പോരാട്ടങ്ങളുമായി എതിർത്ത് നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ലഭിക്കാൻ ഒരു പ്രയാസമൊക്കെ തോന്നും. എന്നാൽ ഇന്ന് വിടുതലിന്റെ ദിവസമാണ്, ജയം ലഭിക്കുന്ന ദിവസമാണ്. വിടുതൽ തരുവാൻ ദൈവ സാന്നിധ്യം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവ സാന്നിധ്യം വന്നിരിക്കുന്നത് ഇന്നൊരു ജയം തരാനാണ്. പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുത്തിയിരിക്കുന്ന, പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സം വരുത്തിയിരിക്കുന്ന ദേശാധിപതി ശക്തികള്, രാജ്യത്തിന്റെ ശക്തികള് യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പോവുകയാണ്.
അതിനെ എതിർത്ത് നിൽക്കുന്ന ദൈവശക്തി ദൈവദാസന്മാരിലൂടെ ദൈവിക ദൂതുമായി ഇന്ന് ദൈവശക്തിയോട് പ്രസരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കളെ മൗനമായിരിക്കേണ്ട. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. വലിയ ദൈവശക്തി ഏറ്റെടുക്കുവാനായി തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. ഞാൻ ചില വാചകങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ച് ഒന്നും കൂടെ പറയട്ടെ. ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് 9-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ചില വാചകങ്ങളിലൂടെ വായിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. 9-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനൊരു വിഷയം ഉണ്ടായിരുന്നു. എൻ്റെ വിശുദ്ധ പർവ്വതത്തിന്, അവിടെ പറയാനാണ്, ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ആലയം നിൽക്കുന്ന സ്ഥലം അതിപ്പോൾ പ്രവാസത്തിൽ ദുഷ്ടൻ കീഴടക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് തിരികെ കിട്ടണം, അത് വീണ്ടും ഞങ്ങൾക്ക് ആരാധന നടക്കണം എന്നുള്ള വലിയ വാഞ്ചയോടുകൂടെ ആ മനുഷ്യൻ പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ് ഒരു വലിയ വിഷയത്തിന് വേണ്ടി. ആ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയോ, എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറഞ്ഞു. ഇന്ന് നമുക്ക് വേണ്ടുന്നത് ഒരു അനുതാപവും ഏറ്റുപറച്ചിലുമാണ്. ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന കുറവുകളുണ്ട്, ഇന്നിന്ന പോരായ്മകളുണ്ട്, മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ, നാളുകളായിട്ടും ജയം ലഭിക്കാത്ത ചില വിഷയങ്ങൾ, എൻ്റെ കോപ സ്വഭാവം, ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നേരിടുന്ന ചില വിഷയങ്ങൾ ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ്. ദൈവാത്മാവിൽ അത് ഏറ്റെടുത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കണം. നാവിനെ കടിഞ്ഞാണിടാതെ ഒരുത്തൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. ദൈവഭക്തനാന്ന് പറഞ്ഞ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവ് പറയാ, നിന്റെ നാവിന് കടിഞ്ഞാണിടുവാൻ തയ്യാറാകണം. നാവിന് കടിഞ്ഞാണിടണം. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ. കടിഞ്ഞാണില്ലാതെ, ഓ ഹല്ലേലൂയ, ഒരു കുതിരയെ പോലെ, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ, കോവറക്കഴുതയെ പോലെ നിങ്ങൾ ആകരുത്. യേശുവിന്റെ നാമത്താൽ ജയം പ്രാപിക്കണം. ഏറ്റുപറയണം, കർത്താവേ, എന്റെ നാവിനെ തൊട്ട്, അങ്ങയുടെ സ്വർഗീയമായ അക്തി തൊട്ട് എന്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിച്ചാട്ടെ. മാവിനെ കുറിച്ച് പറയുന്നത് മൂർച്ചയുള്ള വാളാണ്, കുത്തും പോലെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറുകയാണ്. ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. ഓ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സംസാരത്തിലൊക്കെ ഈ സംഘർഷങ്ങളൊക്കെ മാറിപ്പോകട്ടെ. ഒരു മൂർച്ച വരരുത്. അവിടെ ഒക്കെ ജയം ലഭിക്കേണ്ടത് ആവശ്യമാണ്. സംസാരം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റുപറയണം. ദൈവജനത്തോടുള്ള ദൂതായിട്ട് പറയുകയാണ്, നാവിനെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നാവിൽ വരുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം പറഞ്ഞു. കർത്താവെ, എനിക്കൊരു ജയം കിട്ടിയേ പറ്റുന്നതാ. എന്റെ പൊന്നു പിതാവേ, എന്നോടൊന്ന് മനസ്സിലിടണമെന്നൊന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ തുടർന്ന് വായിക്കുന്നത്, പാപം ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ഇന്ന് ഈ യാഗത്തിന്റെ സമയത്ത്, ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ദൈവശക്തി നിന്റെ അടുത്ത് വരുന്നുണ്ട്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദൈവ സാന്നിധ്യം അടുത്തു വരുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം നിന്റെ ജീവിതത്തിൽ ഈ കൂട്ടായ്മ, ഈ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. കാരണം ജയത്തിന്റെ പ്രാർത്ഥനയായി മാറാൻ പോവുകയാണ്. എന്നോട് പറഞ്ഞത്, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. ദാനിയേലേ, ഞാൻ പേര് വിളിച്ചൊന്നും കൂടെ പറയട്ടെ, നിന്നോട് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. ദൈവാലോചനയുമായി ദൂതം വന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന്. ഈ പ്രാർത്ഥനയിൽ ചില ബുദ്ധി ഉപദേശം തരാൻ പോകുക, ചില ബുദ്ധി ഉപദേശങ്ങൾ ദൈവം തരാൻ പോകുക. അതിനുവേണ്ടി വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിനക്ക് വേണ്ടി കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനാ വിഷയവുമായിട്ട് ഒരു പ്രാർത്ഥനാ വിഷയവുമില്ലാതെ പ്രാർത്ഥിച്ചവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, കർത്താവ്, എനിക്ക് ഇന്ന വിഷയത്തിൽ ഒരു ജയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തവരോട് ദൂത് പറയുകയാണ്. മറ്റൊന്നുമല്ല, നീ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ നിനക്ക് വേണ്ടിയുള്ള കൽപ്പന പുറപ്പെട്ടു എന്ന് വിശ്വസിക്കേ. കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് ദൈവമക്കളോട് പറയാനായിട്ട് ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് കഴിക്കുന്ന, ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് നിനക്ക് മറുപടിയുണ്ട്. രണ്ടാമത് ഞാൻ പറയുകയാണെങ്കിൽ ജയമുണ്ട്. മൂന്നാമത് ഞാൻ പറയുകയാണെങ്കിൽ വിടുതലുണ്ട്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വലിയ അനുഗ്രഹവും ഒരു ഉണർവും കൂടെ തരാൻ പോകുക. അതിനായിട്ട് ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സാധാരണ ഉപവാസ പ്രാർത്ഥനയിൽ
പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ പറയാറുണ്ട്. ഇന്നും 2 പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. പല പ്രാർത്ഥനയിലും പല പ്രാർത്ഥനാ വിഷയങ്ങളും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് ജയത്തിന്റെ പ്രാർത്ഥനയായി മാറാറുണ്ട്. ഇന്ന് 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിലർ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങളും എൻ്റെ വിഷയങ്ങളും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കർത്താവെ ഞെരുക്കം അനുഭവിക്കുന്ന ഒന്ന് ഞെരങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ചില വിഷയങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു, ചില വിഷയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ദേശത്തിൽ വെച്ചപ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ ലഭിക്കുന്നില്ല. ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നാളുകൾ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കർത്താവ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ കർത്താവിന്റെ സമയം നമുക്ക് അറിഞ്ഞൂടാ. എപ്പോഴാണ് അതിനൊരു മറുപടി കിട്ടാൻ പോകുന്നത്? 21 ദിവസത്തെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ 1-ാമത്തെ ദിവസം തന്നെ മറുപടി വന്നു, പക്ഷെ ലഭിക്കാൻ വൈകി പോകുന്നത് കണ്ടു. ചില എതിർപ്പുകളെല്ലാം ഉണ്ട്. അപ്പൊ കർത്താവെ അങ്ങയുടെ സമയം ഒന്ന് വ്യക്തമായി കിട്ടണം. 2 വെളിപ്പാടുകളാണ് നമുക്ക് ഇന്ന് ലഭിക്കേണ്ടത്. ഒന്ന്, കർത്താവിന്റെ സമയം അറിയണം. 2, കർത്താവിന്റെ വഴി അറിയണം. കർത്താവിന്റെ റൂട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ 2 വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അത് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് പ്രാപിക്കാൻ പോവുക. ആ 2 വെളിപ്പാടുകൾ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ജയിച്ചു. ദൈവമക്കളെ, നമ്മളൊന്നും പിന്നെ നിരാശപ്പെടില്ല. കർത്താവ് പറഞ്ഞു തരിക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ, ഇതാണ് ഞാൻ നിന്നെ കുറിച്ച് പറയാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ നമുക്ക് വിഷമം വരില്ല. ഇന്ന സമയത്ത് നടക്കാൻ പോകുന്നതെന്നും കൂടെ ഒന്ന് അറിഞ്ഞു നോക്കിയേ. അയ്യോ, രക്ഷപ്പെട്ടു. ദൈവമക്കളെ, ഇതാണ് നമ്മൾ പ്രാർത്ഥനാ വിഷയമായി വെക്കുന്നത്. ഈ ദിവസങ്ങളിൽ മറുപടി ആയിട്ട് വേണ്ടുന്നത് കർത്താവെ അങ്ങയുടെ സമയവും ഹല്ലേലൂയ അങ്ങയുടെ വഴികളും ഒന്നും അറിയണം. അങ്ങയുടെ സമയവും അങ്ങയുടെ വഴികളും അറിയണം. വായിക്കാം, നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 6. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. ഇതാണ് ചിന്താ വിഷയം. തുടങ്ങുകയാണ്, 1-ാമത്തെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് വരികയാണ്. യേശുവിനോട് പറയാണ്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നമ്മളൊന്നും അറിയേണ്ട കാര്യമുണ്ട്. എന്താ മറുപടി വൈകിയത്? എന്താ താമസിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് എപ്പോഴും സമയമാണ്. ഇപ്പൊ തന്നെ മറുപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. നിങ്ങൾക്കോ എപ്പോഴും സമയം തന്നെ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഇപ്പൊ വെച്ച വാഴ ഇപ്പൊ തന്നെ കൊലയ്ക്കണം. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അങ്ങനെയാ, ഇപ്പൊ വെച്ച വാഴ ഇപ്പൊ തന്നെ കൊലയ്ക്കണം. അതിന് കുറച്ച് സമയമുണ്ട്, ചില മാസങ്ങൾ കഴിയണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാ. ഇവിടെ നമുക്ക് അറിയുന്നത് പെരുന്നാളിന് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് യേശുവിനോട് സംസാരിക്കുന്നത്. അപ്പൊ അവര് പോകുന്ന സമയമുണ്ട്, അവർക്ക് എപ്പോഴും സമയമാണ്. അവർ പെരുന്നാളെന്ന് കേട്ടാൽ ഉടനെ ഓടിപ്പോവുക. കർത്താവ് പറയാ, അങ്ങനെ പോകാൻ എനിക്ക് പറ്റില്ല, എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്താണ് ഞാൻ അവിടേക്ക് പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞ ഭാഗം. അതിന്റെ ചരിത്ര ഭാഗം, അതിന്റെ പശ്ചാത്തല ഭാഗം അതാണ്. എന്നാൽ നമുക്കൂടെ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീക വിഷയത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മധ്യത്തിൽ പറയാനുള്ള ദൂത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ സമയം ഒന്ന് അറിയണം. നമ്മൾ 1-ാമത്തെ പ്രാർത്ഥനാ വിഷയം വയ്ക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് എപ്പോഴും സമയമായിട്ടിരിക്കുക, നിങ്ങൾക്ക് അറിഞ്ഞൂടെ സമയം എപ്പോഴാണ്, അങ്ങയുടെ സമയം ഒന്ന് വെളിപ്പെടുത്തി തരണമേ. ഞാൻ എന്ത് ചെയ്യണം, ഈ വിഷയത്തിന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ സമയം ഒന്ന് വെളിപ്പെടുത്തി തരണം. എൻ്റെ ആക്ഷൻ എപ്പോഴാണ് വേണ്ടേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരു സമയം വേണം. ഒന്നും കൂടെ പറഞ്ഞാൽ, അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ, കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്ന സമയം ഒന്ന് വെളിപ്പെടുത്തി തരണം. എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന സമയം ഒന്ന് വെളിപ്പെടുത്തി കിട്ടണം. അതുപോലെ തന്നെ അടുത്ത വാക്യം വായിക്കാം. അതിനൊരു ഉദാഹരണം വേണ്ടി പറഞ്ഞ് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുക. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. മത്തായി 26:18. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാനെന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസക കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ഇന്നൊരു ദൂത് ഒരാളോട് പറയാൻ പോവുക. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് വ്യക്തിപരമായി ഇടപെട്ട് പറയുക. കർത്താവ് പറയാ, ഇന്നവനോട് ഒരാളോട് പറയാൻ പോവുക. ഇന്നവനോട് പറയാൻ പോകുന്നത്, അടുക്കൽ ചെന്ന് പറയാൻ പോകുന്നത്, ഇന്ന് എനിക്ക് പറയാനുള്ള ദൂത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാ, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും. കർത്താവ് പറയാ, നിന്റെ അടുക്കൽ വരുന്ന സമയം ഇന്നാണ്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ, നിന്റെ അടുക്കൽ വന്ന് ഒരു കൂട്ടായ്മ തരാൻ പോകുക. ഒരു ജയത്തിന്റെ കൂട്ടായ്മ, ഒരു വലിയ വിജയത്തിന്റെ കൂട്ടായ്മ തരാൻ പോകുക.
അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവെ അങ്ങനെ സമയം ഒന്ന് ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ സമയം ഒന്ന് അറിയണം. അതെന്താ കാരണം? ആ സമയമായാൽ കർത്താവിന്റെ പ്രവൃത്തി അവിടെ നടന്നിരിക്കും. മോശ പറഞ്ഞു, നിന്റെ വഴി എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഞാൻ അവിടേക്ക് വരാം. അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം അതാ. അപ്പൊ ഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം അതാ. ഡാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. ഈ സമയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ആകാംക്ഷ തോന്നി ചിന്തിക്കാൻ തുടങ്ങിയത്. പ്രവചന പുസ്തകം വായിച്ചപ്പോൾ ഇത് കണ്ടു, ഇന്ന സമയം വരുമ്പോൾ പ്രവാസം തീരുന്നൊരു ദിവസവും സമയമൊക്കെ അവിടെ യെശയ്യാപ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിലുണ്ട് ആകാംക്ഷ കൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങിയത്, ഉപവാസ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലും ഒരു ആകാംക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ അങ്ങയുടെ സമയം ഒന്ന് വെളിപ്പെടുത്തി തരണമേ, അങ്ങയുടെ സമയം ഒന്ന് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ സമയം വെളിപ്പെട്ടു, ഇന്ന് എന്നാണ് ഇന്ന് ദൂത് വരുന്നത്. എന്താ ഇന്ന് മറുപടി? ഓ ഹല്ലേലൂയ, എന്റെ സമയം അടുത്തിരിക്കുന്നു. ഇന്ന് ദൂത് തരിക. എന്താ മറുപടി എന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഇന്നൊരു മറുപടി പറയുക, എന്റെ സമയം അടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവജനം ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ, നന്ദിയോടെ തുടങ്ങി തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, എന്റെ സമയം അടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാ, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി, ഹല്ലേലൂയ, ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരാൻ പോകുക. ഹല്ലേലൂയ, നിന്റെ ഭവനത്തിലേക്ക് വന്ന്, ഹല്ലേലൂയ, പെസഹ കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനത്തിൽ നിന്നൊരു കൂട്ടായ്മ നടക്കുകയായി. ഈ ഭവനത്തിൽ, നിന്റെ ഭവനത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മ, ഹല്ലേലൂയ, ഓരോ ഭവനങ്ങളിലും ഇപ്പോൾ നടക്കുന്ന കൂട്ടായ്മയുടെ ശക്തി ഒരു വലിയ വിജയമായി മാറാൻ പോകുകയാണ്. ഞാനത് ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടെ നിന്ന് ചില ആലോചനകൾ കൊണ്ട് പറഞ്ഞിട്ടേ മുന്നോട്ട് ഞാൻ പോകുന്നുള്ളൂ. കാരണം ആ ഭവനം ഇന്ന് വ്യക്തിപരമായി ഇടപെടുവാനായിട്ട് ദൈവത്തിൻ്റെ ആലോചനകൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. 22 ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ട് അതിന് വിശദീകരണം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തില 22-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ലൂക്കോസ് 22-ന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കിടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവി. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. നമുക്ക് നന്നായിട്ട് അറിയാം, കർത്താവ് പെസഹ കഴിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ, പട്ടണത്തിലെ ധനാട്ടിനായ ഒരു മനുഷ്യൻ, വൻ മാളിക മുറിയൊക്കെ ഉണ്ട്, വലിയ ഡൈനിങ് ടേബിളും സെറ്റിങ്ങും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ കഴിയുന്ന രീതി വലിയ സെറ്റപ്പുള്ള ഒരു മനുഷ്യൻ. പക്ഷേ ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ചിലത് ദൈവം ആഗ്രഹിച്ചു. നിനക്ക് നന്മ തന്നത് ദൈവമാണെന്നേ. ഈ ഭവനം തന്നതും നിനക്ക് വേണ്ടുന്ന ഭൗതിക നന്മകൾ തന്നതും എല്ലാം എൻ്റെ കർത്താവാ. എന്നിട്ടും ഒരു പ്രശ്നം വന്നു. എന്താ പ്രശ്നമെന്ന് അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ഗുരു അവിടെ പറയുന്നുണ്ട്, ഗുരു നിന്നോട് ചോദിക്കുന്നു. ഇന്ന് ഗുരു നിന്നോട് ചോദിക്കാൻ പോവുക, എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു. അത് നമ്മളോട് നിന്ന് പറഞ്ഞ കർത്താവ് എന്നോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത് അറിയോ? ഗുരുവിന് വേണ്ടി നീ എന്തൊരുക്കിയിരിക്കുന്നു എന്ന് ഒന്ന് ചോദിക്കുക. ഒന്ന് ഒരുക്കിയിട്ടുണ്ടോ? എന്താ ഒരുക്കം? ദാനിയേൽ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ പാപം ഏറ്റുപറഞ്ഞ്, അവിടെ പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ദൈവത്തിന്റെ മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഒരുങ്ങിയോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുങ്ങണം. കർത്താവ് ചോദിക്കുക, നീ ഒന്ന് തന്നെ തന്നെ താഴ്ത്തി, മനസ്സ് വെച്ച് നിന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാൽ നീ ഒരുങ്ങി. അതൊന്ന് പറഞ്ഞേ, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി മനസ്സ് വെച്ച് സമർപ്പിച്ചിരിക്കുകയാണ്, ഞാൻ താഴ്ത്തി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ നീ ഒന്ന് ഒരുങ്ങിയാൽ അപ്പോൾ കർത്താവ് വരും. ഓ ഹല്ലേലൂയ. ഇനി നീണ്ടുപോകില്ല, ഇനി മറുപടി നീണ്ടുപോകില്ല. ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്ന സമയമാണ്. അവൻ വരാൻ പോകുക. അവൻ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, നീ ഒരുങ്ങി എന്നൊന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. കർത്താവേ, എനിക്കൊരു അർഹതയില്ലപ്പാ. ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ദൈവം തരാൻ എനിക്കൊരു അർഹതയില്ല. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ മാനിനോ കർത്താവെ ശ്രേഷ്ഠനോ അങ്ങേക്ക് വേണ്ടി അധ്വാനിച്ച വീരനോ ഒന്നുമല്ലപ്പാ. ഞാൻ ഒന്നുമില്ലപ്പാ, എനിക്കിത് തരാൻ. കർത്താവേ, ഞാൻ ചോദിച്ച വിഷയം വലിയൊരു ആവശ്യമാണ് നാഥാ, പക്ഷെ അത് എനിക്ക് തരാൻ മാത്രമുള്ള അർഹത എനിക്കില്ലെന്നത് പറഞ്ഞുകൊണ്ട് ഒന്ന് ഇടറിയ ശബ്ദത്തോടുകൂടെ, ഒന്ന് കണ്ണുനീരോടുകൂടെ ഒന്ന് കരയാമോ? അർഹതയില്ല, ഞാൻ താഴ്ത്തുന്നു, പക്ഷെ എനിക്കത് വേണം നാഥാ.
ഒരു വലിയ പ്രതിസന്ധി വന്നിരിക്കുക. കർത്താവ് എനിക്കത് വേണമെന്നൊന്നും പറഞ്ഞ് കർത്താവ് പറയാ, നീ ഒരുങ്ങിയാൽ ഞാൻ അവിടെ വരാൻ പോവുക. എന്റെ സമയം വന്നിരിക്കുന്നു, എന്റെ സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തത് എപ്പോഴാ? നീ ഒരുങ്ങിയാൽ എന്റെ സമയം റെഡിയാ. ഇനി ഞാൻ അവിടെ പറയാൻ പോവുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വലിയ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ വീട്ടിൽ വെള്ളമില്ല. വീട്ടിൽ വെള്ളമില്ല. അതിന് കാരണം തെളിവ് ഞാൻ പറയാം. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരൊന്നും വെള്ളം ചുമക്കാൻ പോവില്ല. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ, മോശയുടെ ഭാര്യ, അതേപോലെ യാക്കോബിന്റെ ഭാര്യമാര് ലേയ റാഹേലൊക്കെ നമുക്കറിയാം. അവരാണ്, പെണ്ണുങ്ങളാണ് പോയി വെള്ളം കൊണ്ടുവരുന്നത്. സ്ത്രീകളാണ് വെള്ളം കൊണ്ടുവരാനായിട്ട് കിണറ്റിൻ്റെ അരികെ പോവാറ്. പുരുഷൻ പോകുന്ന ചരിത്രമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഒരു അത്ഭുത കാര്യം നടന്നിരിക്കുക. ഈ വീട്ടിലെ ഒരു പുരുഷൻ വെള്ളം കൂടമായിട്ട് നടക്കുക, അതൊരു അത്ഭുത. ഇനി മാത്രമല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ മാത്രം വെള്ളമില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ വീട്ടിലെ വെള്ളം വറ്റിയിരിക്കുക, ബാക്കി എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീട്ടിലും ആ പ്രദേശം മുഴുവൻ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുടമായിട്ട് ഇറങ്ങിയാണ്. പക്ഷെ വേറെ ആരും ഇല്ല, ഒരാളേ ഉള്ളൂ. ഒരാൾ കുടം കൊണ്ട് വന്നിരിക്കുക. വീട്ടിൽ വെള്ളം പറ്റിയത് ഒരു വീട്ടിൽ മാത്രം. ഇനി ഞാൻ പറയാൻ പോവുക, കർത്താവ് നിന്റെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചാൽ, നിനക്കൊരു വിടുതൽ തരാൻ തീരുമാനിച്ചപ്പോ, ഹല്ലേലൂയ, ശത്രു ഒരു പദ്ധതി ഒരുക്കി നിന്റെ വീട്ടിലെ വെള്ളം വറ്റിച്ചു. ഇവിടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയം. ഈ വലിയ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് ഓർത്ത് നോക്ക്. കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ഭവനം, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വീട്, കർത്താവ് കൊടുത്ത നന്മയെല്ലാം കർത്താവിന് തന്നെ കൊടുക്കാനായിട്ട് സമർപ്പണമുള്ള ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭവനം. അത് അറിഞ്ഞപ്പോ, കർത്താവ് വരുന്നു എന്ന് അറിഞ്ഞപ്പോ, നമ്മൾ നേരത്തെ പറഞ്ഞു, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോ ഒരു മറുപടി ഉടനെ പുറപ്പെട്ടപ്പോൾ ഒരു പ്രഭു വന്ന് തടയുന്നു. രാജ്യത്തിന്റെ പ്രഭു വന്ന്, പാർസി രാജ്യത്തിന്റെ പ്രഭു വന്ന് തടയുന്നു. ദൈവമക്കളെ, നിനക്കൊരു അനുഗ്രഹം ലഭിക്കാൻ പോകുമ്പോൾ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുമ്പോൾ, ഒരു നന്മ ലഭിക്കാൻ പോകുന്നുണ്ടോ, അതിന് അറിയുന്ന നിമിഷം തന്നെ നിനക്ക് എതിരായി, നിനക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കി, നിന്നെ കട്ടത്തിലാക്കാൻ വേണ്ടി ദൂഷ്ടനായവൻ വലിയ തന്ത്രവുമായി മുന്നോട്ട് വരും. തിരിച്ചറിയുക. ഇപ്പോൾ നീ അനുഭവിക്കുന്ന വിഷയം, നിന്റെ വീട്ടിനകത്ത് ഒരു നിന്ദാ വിഷയം വന്നിരിക്കുക. ഒരു പുരുഷൻ കൊടവുമായി പുറത്തിറങ്ങേണ്ട ഒരു ഗതികേട് വന്നിരിക്കുക. ഹല്ലേലൂയ. നിന്റെ വീട്ടിലെ പുരുഷന് വന്നിരിക്കുന്ന, പുരുഷ പ്രജയ്ക്ക് വന്നിരിക്കുന്ന പ്രതിസന്ധിക്ക് കർത്താവ് പരിഹാരം വരുത്താൻ പോകുക. യേശുവിന്റെ നാമത്താൽ സമയം അടുത്തിരിക്കുന്ന വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. സമയം അടുത്തിരിക്കുന്നു. ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുന്നു. ദൂതുമായിട്ടാണ് ഇന്ന് ദൂതം വന്നിരിക്കുന്നത്. ഈ ദൂത് നിന്നോടുള്ള ദൂത. യേശുവിന്റെ നാമം ജയം. ഈ നിന്നെ അകറ്റുവാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്റെ യേശു വരികയാണ്. നീ ഒന്ന് ഒരുങ്ങിയാൽ മാത്രം മതി. കർത്താവേ, ഞാൻ മനസ്സ് വെച്ച് എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ കർത്താവിന്റെ സമയം അടുത്തിരിക്കുകയാണ്. സ്തോത്രം. അവിടെ നോക്ക്, ദുഷ്ടനായവൻ വെള്ളം വറ്റിച്ചു ഈ വീട്ടിൽ മാത്രം. ഒന്നും കൂടെ പറഞ്ഞാൽ, ഹല്ലേലൂയ, കൃപയിൽ നിൽക്കുന്ന നിന്റെ വീട്ടിൽ മാത്രം ഒരു പ്രശ്നം. ചുറ്റുപാടോ ബന്ധത്തിലോ ചർച്ചയിലോ ഒരു വീട്ടിലും ഇല്ലാത്ത ഒരു വിഷയം നിന്റെ വീട്ടിൽ വന്നു കയറിയെങ്കിൽ മനസ്സിലാക്കുക, എന്റെ ദൈവത്തിന്റെ സമയം അടുത്തിരിക്കുക. നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ കൈവിട്ടിട്ടില്ല. നിരാശപ്പെടരുത്. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് എന്റെ കർത്താവിന്റെ മറുപടി അന്നേ പുറപ്പെട്ടതാ. എന്നാൽ ഇന്ന് തടസ്സം മാറ്റാൻ പോകുക. എങ്ങനെ തടസ്സം മാറ്റുന്നത്? മനസ്സ് വെച്ച് നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തിയാൽ മാത്രം മതി. അപ്പോൾ പറയുകയാണ്, ഒരു കുടുംബം അവിടെ പ്രതിസന്ധി വന്നിരിക്കുക. എന്താ ഇങ്ങനെ പ്രതിസന്ധി വരാൻ കാരണം? നിന്റെ വീട് ദൈവനാമ മഹത്വത്തിന് ഒരു അടയാളമായി മാറണം. ശ്രദ്ധിക്കുക, ഈ വീട് ഒരു അടയാളമായി മാറി. ഒരു കുടുംബം കൊണ്ട് ഒരു പുരുഷൻ പുറത്തിറങ്ങി നടക്കുന്ന ഒരു സിറ്റുവേഷൻ, എവിടെയും ഇല്ലാത്ത ഒരു ചിത്രം അവിടെ തെളിഞ്ഞു വന്നു. അതൊരു അടയാളമായി മാറി. എന്ന് പറയട്ടെ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു അടയാളമായി തീരാൻ പോകുക. അല്ലാതെ അതൊരു നിന്ദയാകാൻ പോവുകയല്ല. അത് നിന്ദയല്ല, അപമാനമല്ല, ഒരു പ്രതിസന്ധിയല്ല. പരിഹരിക്കപ്പെട്ട് നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഒരു അടയാളമായി ദൈവം പ്രവർത്തിച്ച, ദൈവനാമം ഉയർത്തപ്പെട്ട ഒരു ഭവനമായി മാറുവാൻ ദൈവം ഉദ്ദേശിക്കുകയാണ്. അതിനാണ് ഇന്ന് കർത്താവ് വരുത്തി വരുന്നത്. 2,
കർത്താവ് നിന്റെ ഭവനത്തിൽ വന്ന് ചില ശുശ്രൂഷ ചെയ്യാൻ താല്പര്യപ്പെടുക. ഇതുവരെ ഇല്ലാത്ത ചില അനുഭവങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ നീ പ്രസംഗം ആചരിച്ചിട്ടുണ്ട്, പല പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കർത്താവ് നിന്നോടൊപ്പം ഒരു കൂട്ടായ്മ തരാൻ പോകുക. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സാഹിത്യം തരാൻ പോകുക. നിന്റെ വീട്ടിനകത്ത് ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഈ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞാൽ, അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി, കാണിച്ചു കൊടുത്തു. ഒന്ന് പറഞ്ഞേ കർത്താവേ, അങ്ങ് വന്നാട്ടെ. കർത്താവ് ഇതുവരെ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, അറിയില്ല. ദൈവസാന്നിധ്യം ഇതുപോലെ നീ അനുഭവിച്ചിട്ടില്ല. നീ കേട്ടിട്ടുണ്ട്, പലതും നിനക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ, ഒരു ഇന്റിമസി, ഒരു സാഹിത്യം, ഒരു കൂട്ടായ്മ, ഒരു വലിയ സാന്നിധ്യം ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഒരു നിന്നെ ഒഴിവാക്കാൻ പോകുക. ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കട്ടെ. ചില വിഷയങ്ങളിൽ നിന്നെ പരിഹസിക്കുന്ന ചിലരുണ്ട്. സ്തോത്രം. പ്രിയ സഹോദരി, നിന്നെ പരിഹസിക്കുക. അവരെ നിനക്ക് കഴിവില്ല, നിനക്ക് പ്രാപ്തിയില്ല, നീ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അപമാനപ്പെടുത്തി നിന്നെ നിന്ദിച്ച ചില വിഷയങ്ങൾക്ക് എന്റെ കർത്താവ് പരിഹാരവുമായി വന്നിരിക്കുക. എന്താ കാരണം എന്ന് അറിയാമോ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനാ. നമ്മുടെ ദൈവം വിശ്വസ്തനാ. ആ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ. നമുക്കറിയാം, കട്ടതിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നിനക്ക് ഈ പ്രതിസന്ധി വന്നത്, നിന്നെ വന്നെടുത്ത് കർത്താവ് അടുത്ത തുണയാണ്. അവൻ അടുത്തു വരാൻ ആഗ്രഹിക്കുന്നു. തടസ്സം ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ വെളിപ്പെടുത്തി പറഞ്ഞു. അവിടെ മാത്രമൊന്നും ജയം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വലിയ ജയം ലഭിക്കാൻ പോവുകയാണ്. അപ്പോ ഇവിടെ ഓർക്കുക, പ്രതിസന്ധി വന്ന വീടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 5 കാര്യം ഞാനങ്ങ് പറയാം. ശ്രദ്ധിക്കുക. 1, കർത്താവിന്റെ സമയം അടുത്തു. ഇന്ന് പറയാനുള്ള ദൂത പറയുക, 5 ദൂത് പറയുക. പ്രിയ കുടുംബമേ, പ്രിയ ഭവനമേ, പ്രിയ വ്യക്തി ജീവിതമേ, നിന്നോടുള്ള ദൂത് പറയുക. 1, കർത്താവിന്റെ സമയം അടുത്തു വന്നിരിക്കുന്നു. 2, അവൻ നിന്റെ അടുക്കൽ വരും എന്ന് പറഞ്ഞാൽ നീ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുക. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന, ആത്മാവിൽ ജ്വലനം ഉണ്ടായിക്കൊണ്ട് ആരെങ്കിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്, അവരുടെ അടുക്കിലേക്ക് കർത്താവ് വന്നുകൊണ്ടിരിക്കുകയാണ്. 3, അവൻ കൂട്ടായ്മ നടത്താൻ പോവുക. നിന്റെ വീട്ടിനകത്തൊരു കൂട്ടായ്മ. ഒന്നും കൂടെ പറഞ്ഞാൽ നിന്റെ തോളത്ത് കൈയിടുന്ന, നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു സാഹിത്യം, ഒരു ബന്ധം കർത്താവ് തരാൻ പോവുക. 4, നിനക്ക് നന്മ ദൈവം ഒരുക്കാൻ പോവുകയാണ്. ദൈവം തന്ന നന്മയാണ് വൻമാളികയും വീടും ഒക്കെ. എന്നാൽ കർത്താവ് പറയാ, ആ നന്മയെ എൻ്റെ ദൈവം ഒന്ന് അനുഗ്രഹിക്കാൻ പോവുക. നമുക്കറിയാം, നമ്മുടെ സമുദായങ്ങളിലൊക്കെ ഉണ്ട്, വീട് എടുത്തു കഴിഞ്ഞാൽ വീടൊന്ന് വെഞ്ചരിക്കും. വീട് വെഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണം, വീടിന്റെ സ്ഥിതിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണം. ഇന്ന് കർത്താവ് വീട്ടിൽ വന്നിട്ട് നിനക്ക് തന്ന സകല നന്മയെ അനുഗ്രഹിക്കാൻ പോവുക. എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ നന്മയെ ദുഷ്ടൻ തൊട്ടു, നിന്റെ കിണറ്റിലെ വെള്ളം വറ്റിച്ചു. ചില നന്മകളുടെ മേൽ തൊട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ പോരുകളെ അവസാനിപ്പിക്കുവാൻ എന്റെ കർത്താവ് വീട്ടിൽ വന്നു വിശ്വസിക്കുക. ചില നന്മകൾ, നീ അനുഭവിക്കുന്ന സന്തോഷം, നീ അനുഭവിക്കുന്ന സമാധാനം, നിന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വസ്ഥത, നിന്റെ വീട്ടിലുണ്ടായിരുന്ന ഐക്യത, നിന്റെ വീട്ടിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസം, ഇതൊക്കെ ചോർത്തിക്കൊണ്ടുപോയ ദുഷ്ടന്റെ അന്ധകാരത്തിന്റെ ശക്തികളെ നിർവീര്യമാക്കുവാൻ എന്റെ ദൈവം നിനക്ക് ഈ നന്മയെല്ലാം ഒന്ന് അനുഗ്രഹിച്ചു തരാൻ പോകുക. അവൻ അനുഗ്രഹിച്ചതിനെ അത് വർദ്ധിക്കുകയുള്ളൂ. അത് പിന്നെ ദുഷ്ടനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു കൊടുത്താൽ അത് പെരുകിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതിനെ പിന്നെ വറ്റിക്കാൻ കഴിയില്ലെന്ന്, അതിനെ പിന്നെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന്. ആ ഒരു വലിയ ദൈവപ്രവൃത്തി, ആ ഒരു വലിയ അനുഗ്രഹം തരുവാനായി എന്റെ ദൈവം ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. ഈ തിരുസാന്നിധ്യം ഇപ്പൊ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ശ്രദ്ധിക്കുക. ഈ തിരുസാന്നിധ്യം ഇന്ന് ഇതുവരെ ഇല്ലാത്ത ചില നന്മ തരാൻ പോകുക. ദുഷ്ടനായവൻ ഇടയ്ക്കിടയ്ക്ക് വറ്റിച്ചു കളയുന്ന, ദുഷ്ടനായവൻ എടുത്തുകൊണ്ടുപോയിരുന്ന അവസ്ഥയ്ക്ക് പരിഹാരം എത്തുവാൻ അവന്റെ കരം വെച്ച് ഇന്ന് അനുഗ്രഹിക്കുന്ന അനുഗ്രഹ കരമൊന്ന് കണ്ടാട്ടെ. യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. ആ വലിയ അനുഗ്രഹം ഒന്ന് കണ്ടാട്ടെ. ഭവനം അനുഗ്രഹിക്കപ്പെടും. ഇനി 5ാമതായിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. തിരുസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് പിശാചി കിടക്കില്ല. തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? ഒരു ഭവനം അടിച്ചു വൃത്തിയാക്കിയിട്ടും അവിടെ ആരും ഇല്ലാതെ വന്നാലാണ് ദുഷ്ടം വന്ന് കയറുന്നത്. എന്നാൽ ഇനി അങ്ങനെ ഒരു വിഷയം വരില്ല. തന്നിലും ബലമേറിയ 7 ദുഷ്ടന്മാരെയും കൊണ്ടുവരുന്ന കാര്യമൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ ഈ ശക്തിയേറിയ ദുഷ്ടപ്പോരുകള് ഇനി നിന്റെ വീട്ടിൽ വരാതെ വണ്ണം തിരുസാന്നിധ്യം നിന്റെ വീട്ടിനകത്ത് വന്നങ്ങ് നിറയുകയാണ്.
വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഇനിമേൽ ഒരു ദുഷ്ട അന്ധകാരവും തന്നിലും ബലമേറിയ ചില വിഷയങ്ങളുമായി കടന്നു വരില്ല. കഴിഞ്ഞ നാളുകളുണ്ടായിരുന്ന വിഷയത്തിന്റെ മേൽ അതിലും ശക്തിയേറിയ വിഷയം വന്ന്, അതിലും ഭാരമേറിയ വിഷയങ്ങളെ കൊണ്ടുവന്ന് പോരാടിയ ദുഷ്ട അന്ധകാരങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ മധ്യത്തിൽ പൈശാചിക പോരാട്ടങ്ങൾ പൂർണ്ണമായി മാറുന്നത് ആത്മാവിൽ കണ്ടാട്ടെ. ഇനിമേൽ എന്റെ വീട്ടിലോ എന്റെ ഭവനത്തിലോ ദുഷ്ടന് അധികാരമില്ല, അവകാശമില്ല. തിരുസാന്നിധ്യം എന്റെ വീട്ടിനകത്ത് ഊരിക്കുന്നത് പോലെ ദുഷ്ടയന്ധകാര വ്യാപാരങ്ങൾ, തന്നിലും ബലമേറിയ ദുഷ്ടയന്ധകാര വ്യാപാരങ്ങൾ വ്യാപരിക്കുന്ന സ്ഥിതി ഇന്ന് മുതൽ അവസാനിക്കുകയാണ്. തിരുസാന്നിധ്യം വന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവന്റെ സമയം അടുത്തിരിക്കുന്നു. അവന്റെ സമയമായപ്പോ കർത്താവ് ആ വീട്ടിൽ വന്നു, അവിടെ വന്ന് പെസ കഴിച്ചു. പിന്നെ വീട്ടിന് പ്രശ്നമില്ല, നിനക്ക് പരിഹാരം കർത്താവ് വരുത്തിയിരിക്കുക. അപ്പൊ ഞാൻ ഇനി ഉദാഹരണങ്ങൾ ധാരാളം പുസ്തകത്തിൽ നിന്ന് പറയാൻ പറ്റും. ചുരുക്കം വാചകങ്ങളിലൂടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. കാനാവിലെ വീട്, അവിടെ പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കല്യാണത്തിന്റെ 7 ദിവസത്തെ ആഘോഷങ്ങൾ നടക്കുന്നതിന്റെ 3-ാമത്തെ ദിവസം വന്നപ്പോൾ പ്രശ്നം വന്നു. ഈ 7 ദിവസം വേണ്ടി കരുതി വെച്ചിരുന്ന വീഞ്ഞ് 3-ാം ദിവസത്തിന് തീരാന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് എങ്ങനെ തെറ്റുന്നത്? എൻ്റെ കല്യാണത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. അത് മറ്റൊന്നുമല്ല, എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു ഫ്രൂട്ട് സലാഡ് എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം മേടിച്ച് എല്ലാം ശരിയാക്കി, ഫ്രൂട്ട് സലാഡിൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സ്നേഹിതൻ ഏറ്റെടുത്തു. അദ്ദേഹം ഫ്രൂട്ട് സലാഡിൻ്റെ കാര്യമൊക്കെ ഏറ്റെടുത്ത് എല്ലാം ക്രമീകരിച്ചു. കല്യാണത്തിന് തലേദിവസം വന്ന് വെപ്പുകാരും കാര്യങ്ങളൊക്കെ വന്ന് അവർ തയ്യാറാക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു 1000 പേർക്കാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അന്നവർ എല്ലാം എടുത്തു നോക്കിയപ്പോൾ പറഞ്ഞു ഇത് 100 പേർക്ക് കൊടുക്കാനും തയ്യുള്ളൂ എന്ന് പറഞ്ഞു. കണക്ക് തെറ്റിപ്പോയി. മേടിച്ചു കൊടുക്കുന്ന ഫ്രൂട്ട്സും കണക്കും എല്ലാം കൂടെ നോക്കിയിട്ട് പറഞ്ഞു ഇത് 100 പേർക്ക് തയ്യുള്ളൂ. വലിയൊരു പ്രതിസന്ധിയായി. രാത്രി 1 മണി നേരത്താണ് എന്നെ ഫോൺ വിളിച്ച് പറയുന്നത് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, നാളെ ഫ്രൂട്ട് സലാഡ് കൊടുക്കാൻ പറ്റില്ല. എന്താ നോക്കണേ, 100 പേർക്കുള്ളൂ, 1000 പേർക്കുള്ള ഉണ്ടാക്കാൻ ഇനി പറ്റില്ല, ഫ്രീസർ കൊണ്ടുവരാനും ക്രിമിനലുകൾക്ക് ചെയ്യാനും വലിയ പ്രശ്നം വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നാൽ ഞാൻ ദൈവാത്മാവിൽ ഒരു ആലോചന പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ലജ്ജിക്കേണ്ടി വന്നില്ല, ഫ്രൂട്ട് സലാഡും കൊടുക്കാൻ പറ്റി. ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ഐസ്ക്രീമും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതെല്ലാം കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെ എസ്റ്റിമേറ്റിലൊക്കെ തെറ്റുപറ്റാം. എന്നാൽ ലജ്ജിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ അമ്മ പറഞ്ഞു ഈ വീട്ടിൽ വീഞ്ഞു പോരാതെ വന്നിരിക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു സ്ത്രീയെ, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴേ വരാൻ പോകുന്നത്? നാണം കെട്ടതിന് ശേഷം. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. കർത്താവിന്റെ സമയം അറിയാത്തതുകൊണ്ട് നമ്മളങ്ങ് വ്യസനിക്കുക. ഇനി അടുത്ത ട്രിപ്പ് പന്തിക്കിരുന്നാൽ വിളമ്പാൻ സാധനമില്ല. അടുത്ത ട്രിപ്പ് പന്തിക്കിരുന്നാൽ വിളമ്പാൻ സാധനമില്ല. അയ്യോ, ഇപ്പോഴും ലജ്ജിക്കാൻ പോകുന്ന സമയത്താണോ? ഇനി സമയമായില്ല എന്ന് പറഞ്ഞാലോ? എന്നാൽ നമ്മളവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ പോലും വീഞ്ഞ് കിട്ടാതെ പോയിട്ടില്ല. ലാസ്റ്റ് ഡ്രോപ്പ് തീരുന്നതിന് മുമ്പ് ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ വന്ന് ഒഴിക്കാൻ തുടങ്ങി. ഒന്ന് വിശ്വസിച്ചാട്ടെ, നിന്റെ ഭവനം ലജ്ജിക്കുന്നതിന് ലാസ്റ്റ് മിനിറ്റിന് മുമ്പ് എൻ്റെ കർത്താവ് പ്രവർത്തിച്ചിരിക്കും. നീ ലജ്ജിക്കയില്ല. അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിക്കയില്ല. ഇന്ന് നമ്മൾ അവങ്കിലേക്ക് നോക്കിയ ദിവസമാ. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞ കർത്താവിലേക്ക് നോക്കിയ ദിവസമാ. കർത്താവിലേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഇല്ല. നമുക്ക് ഈ സമയം നോക്കിയിട്ടുള്ള വിഷമ. ക്ലോക്കിലേക്ക് നീ നോക്കണ്ട. ദിവസങ്ങൾ എണ്ണാൻ നിൽക്കണ്ട. കലണ്ടറിൽ മാർക്ക് ചെയ്യണ്ട. അതിന്റെ അപ്പുറത്ത് എൻ്റെ കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ഇനി ഞാനൊന്നും കൂടെ പറയാം. അപ്പോ കർത്താവിന്റെ സമയം വരുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ നീ ലജ്ജിക്കപ്പെടുവാൻ പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ സമയം വന്നിരിക്കും. ഇനി മറ്റൊന്നും കൂടെ പറയാം. ബെഥസ്ദ കുളക്കടവിലേക്ക് നോക്ക്. അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് 38 ആണ്ട് ആയി അവൻ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ സൗഖ്യം കിട്ടിയിട്ടില്ല. അവന് പ്രത്യാശയില്ലായിരുന്നു. പ്രത്യാശയുള്ളതുകൊണ്ടല്ലേ അവിടെ വന്ന് കിടക്കുന്നേ. അവിടെ അത്ഭുതങ്ങൾ നടക്കാറില്ലേ? അവൻ പരിശ്രമിക്കുന്നില്ലേ? പറ്റുന്നില്ല, നടക്കുന്നില്ല, ജയം കിട്ടുന്നില്ല. തനിയെ എഴുന്നേറ്റ് അവിടെ പോയി കുളത്തിലേക്ക് ചാടാൻ പോകുമ്പോഴേക്കും തനിക്ക് മുമ്പേ ആരെങ്കിലും ഓടിപ്പോയി ദൂതം കുളം കലക്കിയ സമയത്ത് ചാടി ഇവന് കിട്ടാനുള്ള അനുഗ്രഹം പോകും. എന്തോ ഒരു കാട്ടാന്ന് നോക്കിയേ. അവൻ പറയുന്നതെന്ന് അറിയോ? എനിക്ക് ആരുമില്ല. ഇന്ന് കർത്താവ് ഇത് സമയം വന്നിരിക്കുക. എന്താണെന്നറിയോ? നീ പ്രാർത്ഥിച്ച് ഇത്തിരി ക്ഷീണത്തിലെത്തിയപ്പോ നീ ഇടയ്ക്ക് പറഞ്ഞു എനിക്ക് ആരുമില്ല. തുണയെനിക്കേശുവേ,
ഇപ്പൊ നീ ആ പാട്ടും കൂടെ നിർത്തി. എനിക്ക് യേശു എനിക്ക് തുണയായിട്ടില്ല എന്ന് തോന്നി തുടങ്ങി. എൻ്റെ കർത്താവ് പോലും എനിക്ക് തുണയില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് നീ എത്തിയിരിക്കുക. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, വിടുതൽ കിട്ടുന്നില്ലെന്നേ. ഈ രോഗത്തിനൊരു വിടുതൽ കിട്ടണ്ടേ? എന്റെ ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം വരണ്ടേ? ഞാൻ ഇങ്ങനെ ഒതുങ്ങി പോകുകയുള്ളൂ എന്ന് തോന്നി നിരാശപ്പെട്ട് കിടക്കുക. എനിക്കാരുമില്ല. തുടർന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് പറയാ, സമയമായി, അവന്റെ നാഴികയായി. നിന്റെ വായിൽ നിന്ന് ഇത് വന്നപ്പോ കർത്താവ് പറയാ, നിന്നെ ഇനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, നിന്നെ ആ പ്രതിസന്ധിയിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ അവിടെ വന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവിടെ വന്നു. 38 ആണ്ട് കഴിഞ്ഞ സമയമായി. ഇത്രയും ദീർഘവർഷങ്ങൾ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോ ഇത്രയും നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും വർഷമായി ദേവദാസനെ 38 ഞാൻ 40 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം എന്ന് പറയത്തക്ക വേണം ഒരു വിഷയവും ദീർഘിച്ചിട്ടില്ല. കാരണം ഇനി അങ്ങനെയില്ല. ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. കർത്താവിന്റെ സമയം അടുത്തു എന്ന് ഒന്ന് വിശ്വസിക്കുക. എന്റെ സമയമായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി ഞാൻ അത്ഭുതത്തോടെ നോക്കിയത്, ഇത് 38 വർഷമല്ലേ. എന്നാ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ കിടന്ന് കട്ട അനുഭവിച്ചു എന്ന് ആലോചിക്കുക. കഴിഞ്ഞ 400 വർഷമായിട്ട് അടിമത്തത്തിലായിരിക്കുക. 400 വർഷമായിട്ട് ദീർഘിച്ച് കിടക്കുക. എന്നാലൊരു സമയം വന്നപ്പോ ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് കർത്താവ് വരുന്നത് എന്തിനാന്ന് ഞാൻ പറയാം. ഒന്ന്, നിന്റെ വീട്ടിലെ പോരായ്മ മാറ്റാൻ കർത്താവ് വരികയാണ്. 2, നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് വരികയാണ്. നിന്റെ വീട്ടിലെ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം വരുത്തി നിനക്കുമായിട്ടൊരു കൂട്ടായ്മ തന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ജയം കൽപ്പിക്കാൻ കർത്താവ് വരികയാണ്. അതിന് സമയം വന്നിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നീ ആരുമില്ലെന്ന് പറയുന്നിടത്ത് നിന്നെ ഉയർത്തുവാൻ, ഓ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അവൻ അടുത്തു വന്നിരിക്കുകയാണ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നിന്റെ ജീവിതത്തിലെ കട്ടങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവൻ വന്നിരിക്കുന്ന ദിവസമാണ്. നിന്റെ ജീവിതത്തിലെ കട്ടങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവൻ വരികയാണ്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടുത്ത വിഷയത്തിലേക്ക്, 2ാം പ്രാർത്ഥനാ വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി. ഞാൻ ഇനിയും വിശദീകരിക്കുന്നില്ല. ദൈവമൊക്കെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വഴിയും കൂടെ ഒന്ന് അറിയണം. സമയം മനസ്സിലായി, ഇന്നാണ് സമയം എന്ന് മനസ്സിലായി. ഇന്ന് കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണെന്ന് ഞാൻ വിശ്വാസത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ കാണിച്ചു കൊടുത്തു. കർത്താവിന്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച സമയം ഞാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അത് വിടുതലിന്റെ ദിവസമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി കർത്താവിന്റെ വഴി ഒന്ന് അറിയണം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, കൂരിരുൾ താഴ്വരെ കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താ? നീ എന്നോട് കൂടെ ഇരിക്കുന്നു. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വഴിയൊരു പ്രോബ്ലമില്ല. കർത്താവ് നമ്മോട് കൂടി ഇരിക്കുന്നെങ്കിൽ വഴി ഒരു പ്രശ്നമല്ല. ഇത് തിരിച്ചറിയുന്ന ഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയമാണ്, കർത്താവെ വഴി എന്നെ അറിയിക്കണമേ. മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഞാനൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-13 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 13. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഭക്തൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയം നേരിട്ട് വേറെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് മറ്റു കാര്യങ്ങളൊന്നും പറയണ്ടാന്നേ. തലമുറയെക്കുറിച്ച് പറയണ്ട, രോഗത്തെക്കുറിച്ച് പറയണ്ട. 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ജയത്തിന് വേണ്ടി 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവെ അങ്ങയുടെ സമയം എന്നെ ഒന്ന് അറിയിക്കണമേ. ഞാൻ സമർപ്പിക്കുന്നതാ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാം, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ആ സമയം ഇന്ന് നമ്മളെ കേൾപ്പിച്ചു കഴിഞ്ഞു. 2, കർത്താവിനോട് പറയേണ്ട, കർത്താവെ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. വഴി അറിഞ്ഞാൽ നമുക്ക് കാര്യം വ്യക്തമായി എന്നർത്ഥം. നമ്മൾ ഈ പൊട്ടം കളിച്ച് നിൽക്കണ്ട. ഏതാന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്ത ഒരു പൊട്ടനെ പോലെ മന്ദബുദ്ധിയായിട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃപയെ പറഞ്ഞാൽ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ, നമ്മളോട് സംസാരിക്കുന്ന ദൈവമാ, നമ്മളോട് ഇടപെടുന്ന ദൈവമാ. ഈ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ തിരിച്ചറിയാതെ നമ്മൾ മറ്റുള്ള ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരായി മാറാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയിൽ ജൽപ്പനമല്ല വേണ്ടത്, പ്രാർത്ഥനാ വിഷയമാണ് വേണ്ടത്. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അവിടെ പറയാണ്, എന്നോട് കൃപയുണ്ടാകുന്നതൊക്കെ ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ഞാൻ ദൈവത്തിന്റെ ജനമാ, ഞാൻ ദൈവത്തിന്റെ മകനാ. അതൊന്നും ഓർത്തേ, എന്നെ ഇനി അങ്ങനെ വിടരുത്. എനിക്ക് വഴി പറഞ്ഞു തന്നേ പറ്റുള്ളൂ. ഈ കർത്താവെ വഴി ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചോദിച്ചാൽ കർത്താവ് വഴി പറഞ്ഞു തരും. വഴി പറഞ്ഞു തരുന്ന ഈ വിഷയത്തിന് ഞാൻ ഇനി ആരെ സമീപിക്കണം? ഈ വിഷയത്തിൽ ഞാൻ ആരോട് ഇടപെടണം? ഞാൻ അങ്ങനെ പോകണോ? കർത്താവെ അങ്ങ് വഴി പറഞ്ഞതാ, ഞാൻ തെറ്റായ വഴിയിലൂടെ പോകുന്നത്. കാരണം എന്താ?
റിസൾട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ കർത്താവ് കാണിച്ചെന്ന വഴിയിലൂടെ പോയാൽ അവിടെ വിജയിക്കും. പുറപ്പാട് ദിവസം 32-ന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. 32-ന്റെ 8. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. അപ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്, ഞാൻ അവരോട് കൽപ്പിച്ച വഴി. നമുക്ക് പറ്റുന്ന തെറ്റെന്നറിയോ? തെറ്റ് പറ്റുന്ന എപ്പോഴാണെന്നറിയോ? കൽപ്പിച്ച വഴിയിലൂടെ പോയില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന തെറ്റിപ്പോവും. ഓ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളതാണേ ജയത്തിന്റെ പ്രാർത്ഥന. എന്നാൽ ജയം കിട്ടാത്തതിന് കാരണം എന്താ? കൽപ്പിച്ച വഴിയിലൂടെ പോയില്ല. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞ, കർത്താവ് കൽപ്പിച്ച വഴി എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല എന്ന് കേൾക്കണം. ഇന്ന് കർത്താവ് നിന്നോട് പറഞ്ഞു തരുന്ന വഴി ഒന്ന് കേൾക്കണം. സമയം കർത്താവ് പറഞ്ഞു തന്നു, വഴി കർത്താവ് പറഞ്ഞു തരാൻ പോവുക. കർത്താവേ വഴി ഒന്ന് പറഞ്ഞു തന്നേട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വിഷയത്തിന്റെ ബന്ധത്തിൽ ഏത് വിഷയമാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് വഴി പറഞ്ഞു തന്നിരിക്കും. ആ വഴി കേൾക്കാനായിട്ട് എത്ര പേർ തയ്യാറുണ്ട്? പുറപ്പാട് ദിവസം 13-21 വായിക്കുന്നത്. 13-21 13-21. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് വഴി അറിയിക്കും. കർത്താവ് കൽപ്പിച്ച വഴികളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് വഴി കാണിച്ചു തരാൻ കൂടെ റെഡിയാണ്. നമ്മൾ ഈ ലൈറ്റിനനുസരിച്ചൊന്ന് പോയാൽ മതി. ആ ലൈറ്റ് ഒന്ന് എനിക്ക് കാണണം, വഴി കാണിച്ചു തരും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നേരത്തെ പറ്റിയ പോലെ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി. തെറ്റിപ്പോകാൻ പാടില്ല. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഒരു പ്രകാശം തരണം, ഒരു വെളിച്ചം തരണം, ഒരു തണൽ എനിക്ക് തരണം. ഞാൻ ക്ഷീണിച്ചു പോകരുത്. കർത്താവെ ആ വഴി എനിക്ക് കാണിച്ചു തരണം. അവ ഇസ്രായേൽ മക്കൾക്ക് കനാനിലെത്താൻ വേണ്ടി കർത്താവ് ഒരു വഴി നിശ്ചയിച്ചു. വലിയൊരു വഴി, ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത വഴിയാണ്, ഒരു മനുഷ്യൻ അറിയാത്ത വഴിയാണ്. സാധാരണ കനാനിൽ നിന്ന് ഈ ഇസ്രായേലിലേക്ക് എത്താൻ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടെത്താം. നമുക്കറിയാം, ജോസഫ് അയച്ച രഥം യാക്കോബിന് തേടിയെത്തുന്നത് നമുക്ക് കാണാനുണ്ട്. നല്ല സ്റ്റേറ്റ് ഹൈവേ കിടക്കുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞ സ്റ്റേറ്റ് അല്ല, നാഷണൽ ഹൈവേ കിടക്കുന്നുണ്ട്. കുതിരയും കണ്ടെങ്കിൽ വന്നാൽ ടപ്പ് എന്ന് പറഞ്ഞ് എത്താവുന്നേ ഉള്ളൂ. ആ വഴി കൂടെ നടന്നാൽ വേണമെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് എത്താവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ 8 ദിവസം മതി. ഇത്രയും ദൂരമല്ലേ ഉള്ളൂ. അത് നടക്കാൻ ഒരു 7-8 ദിവസം, ഇത്രയധികം ആളുള്ളതല്ലേ, ശരി, ഒരു 7-8 ദിവസം കൊണ്ട് എത്താവുന്ന റൂട്ട് കൂടെ കിടക്കുക. അയ്യോ, ഇതല്ല കർത്താവിൻ്റെ വഴി. കർത്താവിൻ്റെ വഴി അതല്ല. കർത്താവ് കൊണ്ടുപോയി ഒരു വഴി നോക്കി ജനത്തെയും കൊണ്ട് മോശയോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണം. എന്താ എങ്ങോട്ട് വരണം? ഹൈവേ കൂടെ നീ പോകണ്ടാന്ന്. നമ്മൾ കാണുന്നത് പ്രതീക്ഷിച്ചത് ഹൈവേ കൂടെ ടപ്പ് എന്ന് പറഞ്ഞ് എത്തണം, അന്നൊക്കെ എത്തണം. എല്ലാ രഥം എടുത്തിട്ട് പോക്കങ്ങ് പോയാൽ അവിടെ എത്തണം എന്ന് വിചാരിച്ചാൽ. പക്ഷെ കർത്താവിൻ്റെ വഴി കിടക്കുന്നത് നേരെ കൊണ്ടുപോയി ചെങ്കടലിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ഒന്നും മനസ്സിലാവില്ല. ജനം നിലവിളിക്കാൻ തുടങ്ങിയ വഴി മുട്ടിയെടുത്താ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. നീ ഇപ്പൊ ആയിരിക്കുന്നത് വഴി മുട്ടിയിരിക്കുക വിഷയത്തിന്റെ മധ്യത്തിൽ. വഴി കാണാനില്ല. ഇതുകൊണ്ടാണ് പറഞ്ഞത് വഴി കാണിച്ചു തരണേ പറഞ്ഞു മോശ പ്രാർത്ഥിക്കാൻ കാരണം. അപ്പം മോശയ്ക്ക് വഴി കാണിച്ചു കൊടുത്തു. എങ്ങനെ? നീ വടി നിർത്തിയാൽ, വടി ഒന്ന് നിവർത്തിപ്പിടിച്ചാൽ, ഒന്ന് നീട്ടിപ്പിടിച്ചാൽ വഴി തെളിഞ്ഞു വരും. വഴിയില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴി അങ്ങ് തുറന്നു നോക്കി ചെങ്കണ്ട നടുവേ കൂടെ ചെങ്കൽപാത ഒരുക്കി എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടാറുണ്ട്. ഞാനത് അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. ഒരു ചെങ്കൽപാത തന്നെയായിരിക്കും അവിടെ. ഇല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസം വെള്ളം കെട്ടിക്കിടന്ന സ്ഥലത്ത് വെള്ളം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാല് വയ്ക്കുമ്പോൾ താന്നു പോയില്ലേ? ചളിയല്ലേ അടിഞ്ഞു കിടക്കുന്നത്? എത്ര ആഴം ഉണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, ഈ ആഴമൊക്കെ നികത്തി അവിടെ ഒരു പാത ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഹൈറ്റില്. ഇല്ലെങ്കിൽ വലിയ കിണറ്റിൽ ഇറങ്ങുന്ന പോലെ ഇറങ്ങണ്ടേ? സമുദ്രത്തിന്റെ ആഴമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ ആഴമായിരിക്കും. അങ്ങനത്തെ പ്രതിസന്ധി ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പാത വന്നു എന്നുള്ള തെളിവെന്താ? രഥവുമായിട്ട് ഫറവോൻ സൈന്യം പിന്നാലെ വന്നു. അവർ ചെങ്കടലിന്റെ പകുതി റൂട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴം കുഴി ഭാഗമാണ് നടുക്കടല്. അവിടെ വരെ അവർ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയിലേക്കൊന്നും അവർ പോയില്ല. കാരണം എന്താ? അവിടെ ലെവലായ ഒരു റോഡ് അവിടെ ഉയർന്നു വന്നിരുന്നു. സ്തോത്രം. ഇനിയാണ് നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവേ ഈ എളുപ്പവഴി കൂടെ കൊണ്ടുപോകാതെ ഈ വഴി, ഇത്രയും ദുർഘടമായ വഴിയാണോ കർത്താവ് ഒരുക്കുന്ന വഴി? എന്തിനാണെന്നറിയാമോ? ഈ വഴി കൂടെ വന്ന നിന്റെ പിന്നാലെ വരുന്ന പിശാച്, പിന്നാലെ വരുന്ന ഫറവോനും സൈന്യവും നിന്നെ ഇനി കീഴടക്കില്ല. നീ ഹൈവേ കൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ എത്തില്ലായിരുന്നു. മനസ്സിലായോ? നീ പകുതി എത്തുന്നതിന് മുമ്പ് നിന്നെ പിടിച്ചു കൊണ്ടുവന്ന് ബന്ധിച്ചിട്ടനെ, ഒന്നും കൂടെ പറഞ്ഞ ചങ്ങലം കൂടെ ഇട്ട് വെട്ടിച്ചനെ,
കൊറോണത്തിന് തല വെട്ടിപ്പോയേനെ, ഫറവോൻ കൊണ്ടുപോയേനെ, ആ ദേഷ്യം മുഴുവൻ തീർത്തേനെ. കാരണം വീടിനകത്ത് മുഴുവൻ കരച്ചില്ല, സകലെണ്ണവും വീടിനകത്ത് കുഴിച്ചിടാൻ പോലും ആളില്ല, എല്ലാ വീട്ടിലും മറന്നു നടന്നിരിക്കുക. സ്വന്തം മകനെ കുഴിച്ചിടാൻ അവരവർ തന്നെ കുഴി കുഴിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്ന ഇത്ര ദാരുണമായ സിറ്റുവേഷനിൽ വന്നിരിക്കുമ്പോൾ ഈ ജനത്തെ പിടിച്ചാത്ത സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ കർത്താവ് ഒരുക്കുന്ന അതിശയ വഴി. നിന്റെ വീട്ടിലെ വഴി ഇതുവരെ തെളിഞ്ഞു നിൽക്കാതിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഇന്ന് പ്രാർത്ഥനയോടെ നിന്റെ കരുത്തിലുള്ള വടി ഒന്ന് നീട്ടുവാൻ എത്ര പേർ തയ്യാറുണ്ട്? എന്താ അതിൻ്റെ അർത്ഥം? ഞാനൊരു വ്യാഖ്യാനം പറയാം. വഴി അറിയാൻ ആഗ്രഹിക്കുന്നവരോട് കർത്താവ് പറയാം, നിന്റെ കയ്യിലുള്ള വടി ഒന്ന് നീട്ട്. അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയുടെ വഴി, എത്തിപ്പിടിക്കുന്ന വഴി. അത് മറ്റൊന്നുമല്ല, ആ വടി മറ്റൊന്നുമല്ല, അത് പ്രാർത്ഥനയാ. ഉപവാസത്തോടെ ഒന്ന് എത്തിപ്പിടിച്ചാട്ടെ, ആ വടി ഒന്ന് നീട്ടിപ്പിടിച്ചാട്ടെ, ഒന്ന് ദൈവസാന്നിധ്യത്തിലേക്ക് ഒന്ന് നീട്ടിയാട്ടെ. എത്ര പേർ വിശ്വാസത്തോടെ കരങ്ങളെ നീട്ടുന്നു? കരങ്ങളെ നീട്ടി ഒന്ന് പറഞ്ഞാട്ടെ, കരങ്ങളെ നീട്ടി ഒന്ന് മുന്നോട്ട് നീട്ടിയാട്ടെ, കരങ്ങളെ നീട്ടിക്കൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ വഴി കാണിച്ചു തരണമേ, വഴി കാണിച്ചു തരണമേ. തെളിയട്ടെ, തെളിയട്ടെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ. ഓ, വഴി പൊട്ടി നിൽക്കുന്ന വിഷയത്തിന്റെ മുന്നിൽ ഒരു വഴി തെളിയുന്നത് തിരിച്ചറിയുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ആലോചന ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൽ തെളിയുകയാണ്. ഇന്നിന് വഴിയിലേക്ക് നീ മുന്നോട്ട് പോകുക, നിന്റെ ജനത്തെ നയിക്കുക എന്ന് പറയുന്നത് പോലെ ഒരു ആലോചന ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയാന്തരഭാഗത്ത് തെളിഞ്ഞു വരുന്നത്, കേൾക്കുന്നത് എത്ര പേർ ശ്രദ്ധയോടെ കേൾക്കുന്നത്? വിശ്വാസത്തോടെ കരം നീട്ടിയവരോട് പ്രതികരിക്കുന്ന ദൈവശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ജോസഫിന് സിംഹാസനത്തിലേക്ക് എത്താൻ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം കൊണ്ടുപോയാൽ പോരായിരുന്നു. മോനെ നീ ഒന്ന് നടക്കെന്ന് പറഞ്ഞ് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ആ സമയത്ത് ഒരു സ്വപ്നം കാണുക. അപ്പോൾ തന്നെ ചെക്കൻ അങ്ങ് വിശദീകരിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ഈ 17-ാം വയസ്സിൽ തന്നെ അങ്ങ് കൊട്ടാരത്തിൽ കയറി ഇരിക്കാൻ പറ്റില്ലായിരുന്നു. കർത്താവ് സമ്മതിച്ചില്ല. കർത്താവ് പറഞ്ഞു, വഴി പോകുന്നത് എങ്ങനെയാണെന്നറിയോ? പൊട്ടാക്കിണറ്, പോത്തിമേറിന്റെ വീട്, കാരാഗ്രഹം വഴി നീ പോണം. ഇവിടെ ചില ഭാഗങ്ങളിലൂടെ നിന്നെ ഇറക്കി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നിന്റെ വിശ്വാസത തെളിയിക്കാനാ. എന്തിനാ ഈ ദുർഘട വഴി നിന്റെ ജീവിതത്തിൽ വന്നേ? എന്തിനാ ഈ പൊട്ടക്കിണർ വന്നേ? നീ തകർന്നില്ലേ? സത്യ. പോത്തിമേറിന്റെ വീട്ടിൽ അടിമത്തം വന്നില്ലേ? കട്ടപ്പാട് വന്നില്ലേ? എന്തിനാ അത് വന്നേ? നീ തകർന്നില്ല, സത്യമാ. ഓ, കാരാഗ്രഹത്തിൽ കിടന്നു, നീ തകർന്നില്ല, സത്യമാ. എന്തിനാ ഈ വഴിക്കൂടെ കൊണ്ടുപോയെന്നറിയാമോ? ഹല്ലേലൂയ. മറ്റൊന്നിനല്ല, നിന്റെ വിശ്വസത ഒന്ന് തെളിയിക്കണം. വിശ്വസ്തനെ ദൈവം കൂടുതൽ അധികാരം ഏൽപ്പിക്കുള്ളൂ. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരണയാക്കുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ പ്രാർത്ഥനയുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തരുത്. ഓ ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തരുത്. നീ അവിശ്വസ്തത കാണിക്കരുത്. നിരാശ വന്നിട്ട്, ഓ ാചക, നിരാശ വന്നിട്ട് പെറുവിറുപ്പോടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ കർത്താവിനെ നിന്ദിക്കുന്ന വിധത്തിൽ ദൂഷിച്ചു പറയുന്ന രീതിയിൽ, ഓ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്ക് ഒരു പരാജയമായി മാറിയിരിക്കുക. ഇത് മാറ്റി നിന്നെ ജയത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ദൈവം ആഗ്രഹിക്കുന്നത്, ഓ ഹല്ലേലൂയ, നിന്നെ അധികത്തിന് വിചാരകനാക്കാനാ. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നു. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ നീ നിന്റെ വായിലെ വാക്കിലൂടെ അത്ഭുതം നടന്നത് ദൈവം നിന്നെ ഉപയോഗിച്ചതാ. എന്നാൽ ഈ നാളുകളിൽ സ്വന്തം വിഷയം വന്നപ്പോൾ കാലതാമസം കണ്ടിട്ട് നീ പെറുവിറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക, വ്യക്തമായി ദൂത് പറയുക. യേശുവിന്റെ നാമത്താൽ നിന്റെ പെറുവിറുപ്പ് ഇന്ന് അവസാനിപ്പിക്കണം. നിനക്ക് ലഭിക്കാനുള്ള ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അവിശ്വസ്തത, പ്രാർത്ഥനയിൽ അവിശ്വസ്തത, പ്രാർത്ഥന നിർത്തി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഈ അനുഭവങ്ങൾ ഇന്ന് മാറ്റി ദൈവസന്നിധിയിൽ നിന്ന് വിനയപ്പെടും. തന്നെ ഒന്ന് താഴ്ത്തിയേ. കർത്താവ് എന്റെ പരാജയമാ, എന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന എന്റെ വിശ്വസ്തത തെളിയിക്കേണ്ട സമയത്ത് ഞാൻ പരാജയപ്പെട്ടു നാഥാ, ഞാൻ പരാജയപ്പെട്ടു. എന്നോട് ക്ഷമിക്കണമേ, എന്നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് ജയത്തിന്റെ ദിവസമായി മാറാൻ പോകുക. ദാവീദിനോട് ചോദിച്ചാലും ദാവീദ് പറയുന്നു ഓർത്ത് നോക്കിയേ. അഭിഷേകം കിട്ടിയിട്ടും തൈലം വീണിട്ടും സിംഹാസനം ദൂരത്തേക്ക് അകന്നു മാറിയ അനുഭവങ്ങൾ. അഭിഷേക തൈലം വീണപ്പോ പ്രതിസന്ധി കൂടുതലേ ചെയ്തത്. സിംഹം കയറി വന്നെന്നാ പറയുന്നത്, കരടി കയറി വരുന്നെന്നാ പറയുന്നത്. ഇതൊക്കെ സഹിക്കാം, അതിനൊക്കെ കീറിയിട്ടതാ. കീറാനും പറ്റില്ല, തൊടാനും പറ്റാത്തൊരു വിഷയം വന്നു. അതിന്റെ പേര് ശൗല്. എന്റെ അഭിഷേകത്തിന് തുടരുത്, അവനൊരു ദോഷവും ചെയ്യരുത് കൽപ്പന പറഞ്ഞിരിക്കുക. മറ്റേനൊക്കെ കീറാൻ കഴിഞ്ഞതാ, വലിച്ചു കീറായിരുന്നു. ഇത് മുന്നിൽ വന്നിട്ട് തൊടാൻ കിട്ടിയാലും തൊടാൻ പറ്റില്ല. നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലെ പ്രതിസന്ധി മുന്നിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നെ കൊണ്ട് എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, വലിയ ശുശ്രൂഷ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. നീ കരടിയും സിംഹവും
ശൗര്യം ഒന്നുമല്ല നിന്റെ വിഷയം. നിന്നെ ഫെലിസ്ത്യരെ കംപ്ലീറ്റ് നിഗ്രഹിച്ച്, ഓ ഹല്ലേലൂയ, ശലോമോൻ ഭരിക്കുന്ന അത്രയും കാലം ഒരു യുദ്ധമോ ഒരു എതിർപ്പോ ഒരു പ്രശ്നമോ ഇസ്രായേലിന് നേരിട്ടില്ല. കാരണം എന്താ അറിയോ? ആ ജയം നിന്നിലൂടെ ഒരുക്കിയതാ. ഒന്നും കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ തലമുറയ്ക്ക് നീ നേരിട്ട ഒരു പ്രതിസന്ധിയോ ഒരു ഭാരമോ അനുഭവിക്കാതെ വേണം. അതിനെല്ലാം പരിഹാരം വരുത്തുവാൻ, നിന്റെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവം തന്റെ അഭിഷേകം പകർത്തുക. ഓ, അവൻ യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായി എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇത് ചിലത് കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയോ? നിന്റെ തലമുറയ്ക്ക് സ്വസ്ഥത കൊടുക്കുവാൻ, നിന്റെ തലമുറയ്ക്ക് ജയം കൊടുക്കുവാൻ, നിന്റെ തലമുറയ്ക്ക് ഒരു നന്മ കൊടുക്കുവാൻ. അവൻ സ്വസ്ഥമായിരിക്കേണ്ടത്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ, അവൻ സർവ്വ നന്മയിലും മുന്നോട്ട് പോകത്തക്ക വിധത്തില് അവന് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി നിന്നെ ചില അഭിഷേകം ചെയ്യുവാൻ, നിന്നെ അഭ്യസിപ്പിച്ച ദൈവത്തിന്റെ ശക്തിയുടെ കരം ഇന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. ഓ ഹല്ലേലൂയ. എനിക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ഞാൻ മഹത്വപ്പെടുത്തി. ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞത് നിർത്താൻ പറ്റുന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേഗത്തിൽ നിർത്താൻ ശ്രമിക്കാം. ഇനിയും എത്ര നേരം വിശദീകരിച്ചാലും എനിക്ക് ഇത് തീരുകയില്ല. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ജീവങ്കിലേക്ക് പോകുന്ന വഴി വാതിലിടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുക. കർത്താവ് പറയുക, ഈ വഴി ഒന്ന് കണ്ടെത്തണം. ഈ പോകുന്ന വഴി നമ്മൾ വിശാല വഴിയെ നോക്കണേ. ഹൈവേ നോക്കുക, നാഷണൽ ഹൈവേ. എന്നാൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴി എന്ന് പറയൂ ഇടുക്കം, വഴി ഞെരുക്കം. പക്ഷെ അതിൽ കൂടെ കടന്നാൽ നീ എവിടെ എത്തുന്ന പറയാൻ? ജീവങ്കിലേക്ക് പോകുന്ന വഴി. അപ്പൊ കർത്താവ് ഒരുക്കുന്ന വഴിയുടെ പേര് ഞാൻ പറയാം, ജീവങ്കിലേക്ക് പോകുന്ന വഴി. നാഷണൽ ഹൈവേ കൂടെ ഇസ്രായേൽ ജനം പോയിരുന്നെങ്കിൽ ജീവൻ കാണുമോ? ജീവൻ കാണില്ലായിരുന്നു. ഒരെണ്ണം അവിടെ എത്തില്ലായിരുന്നു. എന്നാൽ ഈ ചെങ്കടലിലൂടെയുള്ള വഴി, മരുഭൂമിയിലൂടെയുള്ള വഴി, അത് കൊണ്ടുപോയാൽ നീ ജീവങ്കിലേക്ക് എത്തും. എവിടേക്ക് എത്തുന്ന അറിയോ? കനാനിലേക്ക് എത്തിക്കും. പാലും തേനും ഒഴുകുന്നിടത്തേക്ക് നിന്നെ എത്തിക്കുമെന്ന്. ഇനി ഞാൻ വേഗത്തിൽ മുന്നോട്ട് ചില കാര്യങ്ങൾ പറയാം. വഴി അറിയാൻ 4 വഴി പറഞ്ഞു തരാൻ പോവുക. വഴി അറിയാനുള്ള, ഇത് മനസ്സിലാക്കാനുള്ള 4 വഴി. കർത്താവ് എനിക്ക് വഴി അറിയണമെന്ന് പറഞ്ഞവരോട് 4 വഴി കർത്താവ് പറയാം. ഒന്നാമത്തെ 1 ശമൂവേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. 1 ശമൂവേൽ 12-23. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. അപ്പൊ എന്താ വഴി? വഴി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഏത് വഴി കിട്ടാൻ പോകുന്നത്? നല്ലതും ചൊവ്വുള്ളതുമായ വഴി. അതാണ് കർത്താവിന്റെ വഴി. നമുക്കതേ വേണ്ടു. ഇല്ലെങ്കിൽ മറ്റേ വഴിയിൽ അപകടമൊന്നും നമ്മളറിയാതെ അങ്ങ് ഓടിപ്പോവും. വഴി കൽപ്പിച്ച വഴിയിലൂടെ പോകുന്നത് നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ പോകുന്നതല്ല, കൽപ്പിച്ച വഴിയിലൂടെ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വഴി അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ 2 കാര്യം. ഒന്ന്, പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ പാപം ചെയ്യാൻ പറ്റില്ല. പാപത്തിന്റെ വഴിയല്ല, പാപം ഒഴിവാക്കി തരുന്ന വഴിയാണ്. എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞിട്ട് കാര്യം സാധിക്കേണ്ടി വരില്ല എന്നർത്ഥം. നമ്മൾ ചില വഴിയിലൂടെ പോകുമ്പോൾ നുണ പറയേണ്ടി വരും. ആ കാര്യം സാധിക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നുണ പറഞ്ഞും കാര്യങ്ങൾ ഉണ്ടാക്കിയൊക്കെ പോകേണ്ടി വരും. പാപത്തിന്റെ വഴിയാണ്, പാപത്തിന്റെ വഴിയാണ്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. അതൊന്നും ഒഴിവാക്കണമെങ്കിൽ കർത്താവ് കാണിക്കുന്ന, അവിടെ പറയുന്ന പേര് നല്ലതും ചൊവ്വുള്ളതുമായ വഴിയാ. അത് കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വഴിയിലൂടെയാണ്. അപ്പൊ പ്രാർത്ഥിച്ചാൽ വഴിയും കിട്ടും, പാപരഹിതമായ മുന്നോട്ടുള്ള യാത്രയും കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കാതെ വഴി പറഞ്ഞു തരില്ല. രണ്ടാമത്തെ സങ്കീർത്തനം 25:9 വായിക്കുന്നില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. സൗമ്യതയുള്ളവർക്ക് അവൻ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞു. വഴി പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, കാണാപ്പാടാക്കി തരും. എപ്പാ ചോദിച്ചാലും അവർക്കത്തുനിന്ന് എഴുന്നേറ്റ് വഴി പറഞ്ഞടാ, ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോകാന്ന് പറയുന്ന രീതിയിൽ വഴി പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദൈവ ആലോചനയ്ക്ക് മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും സൗമ്യതയുള്ളവർക്ക്. അപ്പൊ രണ്ടാമത് 1 പ്രാർത്ഥന വേണം, 2 സൗമ്യത. ആ സൗമ്യത എങ്ങനെയാണെന്നറിയോ? നിന്റെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. വീട്ടിലും സൗമ്യത വേണം, പുറത്തും സൗമ്യത വേണം.
നീ ഇടപെടുന്ന എല്ലാ മേഖലയിലും സൗമ്യത വേണം. ഇത് പോയി. കാരണം എന്താ, വഴി കിട്ടില്ല. അപ്പൊ രണ്ട് സൗമ്യതയുള്ളവർക്ക് അവൻ വഴി തന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇനി സങ്കീർത്തനം 37:5 വാക്യത്തിൽ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. കർത്താവ് എൻ്റെ പ്രശ്നം ഇതാ, എൻ്റെ റൂട്ട് ഇതാ, അത് പറഞ്ഞു ഏൽപ്പിച്ച കർത്താവ് പറഞ്ഞു തരും. അതല്ല ഇതാ വഴി എന്ന് കർത്താവ് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ പ്ലാനും പദ്ധതിയും നിന്റെ ആവശ്യമൊക്കെ എവിടേക്കാണ് പോകേണ്ടത്, എന്താ പോകേണ്ടത്, ആ കാര്യമൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഭരമേൽപ്പിക്കണം. നാലാമതൊരു കാര്യം കൂടെ പറയാം. മർക്കോസിന്റെ സുവിശേഷം 1:2 വാക്യം, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവ് അയക്കുന്ന ദൂതന്റെ പിന്നാലെ പോയാൽ മതി. മുമ്പ് ഒരു ദൂതനെ അയച്ചു, ഇന്ന് ഒരു ദൂതുമായി കർത്താവ് എന്നെ അയച്ചു. ഈ ദൂതിന്റെ പിന്നാലെ നിങ്ങളൊന്ന് പോകാൻ തുടങ്ങി. അത് കർത്താവ് ഒരുക്കിയ വഴിയാണെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി ഞാൻ കർത്താവിൻ്റെ വഴിയുടെ പ്രത്യേകതകൾ ഒരു 10 പറയാനുണ്ട്, സമയമില്ല. ഞാൻ വാക്യങ്ങൾ പറഞ്ഞ് ഒറ്റ വാചകത്തിൽ പറഞ്ഞു പോകാം, വിശദീകരിക്കാതെ. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ വഴി നല്ലതും ചൊവ്വുള്ളതുമാണ്. ഇനി സങ്കീർത്തനം 18:32 വായിച്ചാൽ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്, പെർഫെക്റ്റ് വഴിയാണ് കർത്താവിൻ്റെ വഴി. അപ്പോൾ കർത്താവിൻ്റെ വഴി തികവുള്ളതാണ്. കർത്താവിൻ്റെ വഴി 2, കർത്താവിൻ്റെ വഴി നല്ലതും ചൊവ്വുള്ളതുമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:36 വായിക്കുന്നത്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. നടക്കേണ്ടുന്ന നല്ല വഴി, അതാണ് മൂന്നാമത്തത്. നാലാമത്തത് സങ്കീർത്തനം 25:12 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ തിരഞ്ഞെടുക്കേണ്ട വഴി, സെലക്ട് ചെയ്യേണ്ട വഴി, കർത്താവ് വരുന്ന വഴി അതാണ് സെലക്ട് ചെയ്യേണ്ട വഴി. കുറെ വഴികൾ കിടക്കുക, എന്നാൽ സെലക്ട് ചെയ്യേണ്ട വഴി അതാണ് കാണിച്ചു തരികയാണ്. നീ 77 സങ്കീർത്തനം 13 വാക്യത്തിൽ നിന്റെ വഴി വിശുദ്ധമാകുന്നു. അപ്പോൾ 5ാമത്തെ കാര്യം, കർത്താവിന്റെ വഴി വിശുദ്ധമാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് പോലെ തന്നെ പാപമില്ലാത്ത വഴിയായിട്ട്, പാപം ചെയ്യാതെ ജയം കിട്ടുന്ന വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 6ാമത് സദൃശവാക്യം 10:29 വായിക്കുകയാണെങ്കിൽ, യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദുർഗമാണ്. പ്രതിസന്ധിയിൽ നിന്നൊക്കെ തരണം ചെയ്ത് കവറപ്പ് ചെയ്ത് നിന്നെ കൊണ്ടുപോകുന്ന വഴിയാണ്. 119 സങ്കീർത്തനം 33 വാക്യത്തിൽ, യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഇത് ചട്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ വഴിയിലൊരു പ്രത്യേകതയുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള വഴികളാണ്. ചില ക്രമീകരണങ്ങളൊക്കെ പറയും, അത് വിശദീകരിക്കേണ്ടതായിരുന്നു, സമയമില്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 8ാമത് യെശയ്യാപ്രവചനം 48:16 വാക്യം, അവന്റെ വഴി സാധ്യമാകും. കർത്താവിന്റെ വഴി കൂടെ പോയ കാര്യം സാധ്യമാകും. ഷുവർ, 100% സാധ്യമാകുന്ന വഴിയാണ് കർത്താവ് തരുന്ന വഴി. 9ാമത് യെശയ്യാപ്രവചനം 59:8 വാക്യം, കർത്താവിന്റെ വഴിയെക്കുറിച്ച് പറയുന്നത് സമാധാനത്തിന്റെ വഴിയാണ്. സ്വസ്ഥത പോവില്ല. ചില വഴിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, സ്വസ്ഥത പോകും. എന്നാൽ ഈ വഴിയിലൂടെ പോകുമ്പോൾ അത് സമാധാനത്തിന്റെ വഴിയാണ്. ഇനി 10ാമത്തത് 2 പത്രോസ് 2:21 അവിടെ പറയുന്നുണ്ട്, തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം, ഇത് നീതിയുടെ വഴിയാണ്, കറക്റ്റ് റൈച്ചസ് ആയിട്ടുള്ള ഒരു പാത്താണ് കർത്താവിന്റെ പാത. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്, വിശദീകരിക്കാതെ വിടുകയാണ്. 3 കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകട്ടെ. വഴി പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. യെശയ്യാപ്രവചനം 30:21 വാക്യം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇത് നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. എന്ന് പറഞ്ഞാൽ വഴി കേൾക്കാൻ എഴുതി തരുമൊന്നും വേണ്ട, ഓരോരുത്തരും വ്യക്തിപരമായി ഹൃദയാന്തരഭാഗത്ത് കർത്താവ് വഴി പറഞ്ഞു തരും. ഈ വഴി കൂടെ നടന്നുകൊള്ളുവിൻ എന്ന് കേൾക്കുന്ന ശബ്ദം കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 22:16 പറയുന്നു, തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ അവൻ്റെ അടുക്കൽ ആളയച്ചു, ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിച്ചു തരും. കർത്താവ് സമുദ്രമുള്ളവർക്ക് വഴി പഠിപ്പിച്ചു കൊടുക്കും. കർത്താവ് എന്നെ പഠിപ്പിക്കണമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ, കർത്താവിൻ്റെ സ്കൂളിലൊന്ന് ജോയിൻ ചെയ്യണം. എന്തിനാണെന്നറിയോ? വഴി പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒന്ന് ജോയിൻ ചെയ്താൽ അവൻ പഠിപ്പിച്ചു തരും. 3ാമത്തെ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. തോമസ് അവനോട്, യോഹന്നാന്റെ സുവിശേഷം 14:5-6, തോമസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? കർത്താവിനെ അനുഗമിച്ച വഴി മനസ്സിലാവും, വേറെ മാർഗമൊന്നുമില്ല. കർത്താവിനെ ഫോളോ ചെയ്യുക, പൂർണ്ണമായി ഫോളോ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകരുത്, അകലം വിട്ട് അനുഗമിക്കരുത്. കർത്താവിനെ ഫോളോ ചെയ്ത് വഴി പറഞ്ഞു തരും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇത്രയും സമയം ശ്രദ്ധയോടെ ഇരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മയോർത്ത് ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.